യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ഈ ദിവസം നമുക്ക് വിചിന്തനമായി നൽകുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 38 മുതൽ 45 വരെ തിരുവചനങ്ങളാണ്. ലാസറിനെ ഉയർപ്പിക്കുന്ന അനുഭവമാണ് ഈ തിരുവചനങ്ങൾ നമ്മൾ കാണുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 അത്ഭുതങ്ങളെയും അടയാളങ്ങളായിട്ടാണ് നമ്മൾ കാണുക. ആദ്യത്തെ അത്ഭുതം കാനായിൽ വെള്ളം വീഞ്ഞാക്കുന്ന അനുഭവം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അവിടെ 2-ാമത്തെ അധ്യായത്തിൽ 11-ാം തിരുവചനപ്രകാരം വായിക്കുന്നുണ്ട്, യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച ആദ്യത്തെ അടയാളമാണെന്ന്. അങ്ങനെയെങ്കിൽ 7-ാമത്തേതായിട്ട് നമ്മൾ കാണുന്നു ലാസറിനെ ഉയർപ്പിക്കുന്ന അനുഭവം. സ്നേഹമുള്ളവരെ, എല്ലാ അടയാളങ്ങളും ഒരു സ്വകീയ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുക. ഇവിടെ ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ സ്വകീയ യാഥാർത്ഥ്യമായിട്ട് കാണുക മരണത്തിൻ്റെ മേൽ അധികാരമുള്ള യേശുവിനെയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 37-ാം തിരുവചനത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ അസ്ഥികൾ താഴ്വരയെക്കുറിച്ച് നമ്മൾ വായിച്ച് കേൾക്കും. അസ്ഥികൾക്ക് ജീവൻ നൽകുന്നു. തുടർന്ന് 37-ാം അധ്യായത്തിൽ 10-ാം തിരുവചനത്തിൽ വായിക്കുന്നു, അവൻ ജീവൻ പ്രാപിച്ചു, വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നുവെന്ന്. അതെ, മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് യേശു എന്ന് ഈ അത്ഭുതം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ 13-ാം തിരുവചനം ഇപ്രകാരം നമ്മൾ വായിക്കും, എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയുമെന്ന്. കല്ലറകൾ തുറന്ന് ഉയർത്തിയപ്പോൾ ഞാനാണ് ദൈവമെന്ന് നിങ്ങൾ അറിയുമെന്ന്. സ്നേഹമുള്ളവരെ, കല്ലറകൾ തുറന്ന് ഉയർത്തുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പറയുക, പൗലോസ്ലീഹ പറയുന്നു കൊരിന്ത്യർ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 54-ാം തിരുവചനം, മരണമേ നിൻ്റെ വിജയം എവിടെ, മരണമേ നിൻ്റെ ദംസനം എവിടെയെന്ന്. നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ ദൈവം നമ്മെ മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് കൈപ്പിടിച്ച് നടത്തുന്നവനാണെന്ന്. ഈ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് ഈ നോമ്പിൻ്റെ അവസാന ദിവസം പ്രത്യേകമായിട്ട് തയ്യാറാകാം. ഒരു ചിന്ത കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കട്ടെ. ഞാനും നിങ്ങളുമൊക്കെ ലാസർമാരാണ്. കാരണം പാപം മൂലം മരണത്തിന് അടിമകളായവരാണ് നമ്മൾ. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുക റോമർ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 23-ാം തിരുവചനം, പാപത്തിൻ്റെ വേതനം മരണമാണ് എന്ന്. സംഗീതത്തിനും പറയുന്നുണ്ട് 32-ാം അധ്യായത്തിൽ 3-ാം തിരുവചനമായിട്ട്, ഞാൻ പാപം ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷണിച്ചു പോയി. ഞാനും നിങ്ങളുമൊക്കെ പാപം മൂലം ലാസറിൻ്റെ അവസ്ഥയിലായിരിക്കുന്നവരാ. നമ്മളെ പകയും വെറുപ്പും വിദ്വേഷവും ഒക്കെ തന്നെ പാപത്തിന് വിവിധ മേഖലകൾ നമുക്ക് കടന്നു പോയപ്പോഴൊക്കെ തന്നെ പാപത്തിന് അടിമകളായപ്പോൾ ഞാനും നിങ്ങളൊക്കെ മരിച്ചവരാ. ഈ മരണത്തിൽ നിന്നും എന്നെ കൈപ്പിടിച്ച് നടത്തുവാനായിട്ട് ഈശോ തയ്യാറാണ്. അതിനാവശ്യമുള്ളത് ഞാൻ ഈ കല്ലെടുത്ത് മാറ്റുവാൻ തയ്യാറാകണം. അതിന് വിശ്വാസം എനിക്ക് ആവശ്യമാണ്. മർത്തായോട് യേശു ചോദിക്കുന്നുണ്ട്, നീ വിശ്വസിക്കുന്നുണ്ട് എന്ന്. മർത്ത പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നുവെന്ന്. ഞാനും നിങ്ങളുമൊക്കെ യേശുവിൽ വിശ്വസിക്കുന്നവരാ. പക്ഷെ ആ വിശ്വാസത്തിൽ ചിലപ്പോഴൊക്കെ ഒരു അചഞ്ചലത നമുക്ക് സാധ്യമാകാതെ പോകുകയാണ്. മർത്തായോട് ചോദിച്ചപ്പോൾ മർത്ത പറഞ്ഞു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. പക്ഷേ മർത്ത പിന്നീട് പറയുന്നുണ്ട്, നമ്മൾ തിരുവചനം വായിച്ച് കേൾക്കുന്നു, കർത്താവേ, ഇവൻ മരിച്ച് 4 ദിവസമായി, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും. വിശ്വാസത്തിൻ്റെ കുറവാണ് മർത്തയിൽ നമ്മൾ കാണുക. നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിൻ്റെ ഈ കുറവ് കാണുവാൻ സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ ഈസ്റ്ററിന് ഒരുങ്ങുന്ന അവസരത്തിൽ ഞാനും നിങ്ങളുമൊക്കെ കുമ്പസാരക്കൂട്ടിലേക്ക് അണയും. പാപങ്ങൾ ഏറ്റുപറയുവാനായിട്ട്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഉയർപ്പിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ ദിവസം നമുക്ക് സാധ്യമാകട്ടെ. പ്രഭാഷപ്രകാരം പറയുന്നുണ്ട് 15-ാം അധ്യായത്തിൽ 7-ാം തിരുവചനത്തിൽ, കർത്താവിലേക്ക് തിരിയുവാൻ വൈകരുത്, നാളെ എന്ന് നീട്ടിവെക്കരുത്. സ്നേഹമുള്ളവരെ,
ഈ നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിൽ ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിലേക്ക് തിരിയാം. നമുക്ക് അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കേണ്ടതില്ല. ഈ വർഷം തന്നെ കർത്താവിനോടുകൂടി ഉയർക്കുവാനായിട്ട്, ഒരു നവജീവിതം സാധ്യമാകുവാനായിട്ട് എല്ലാവർക്കും സാധ്യമാകട്ടെ. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളം നേരുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.